സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി PAK Gold and Diamonds. Most trusted gold. PAK Gold and Diamonds. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനിന്റെ ഭാഗമായി മലപ്പുറം സിവിൽ സ്റ്റേഷൻ മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചു. ജില്ലാ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ സിവിൽ സ്റ്റേഷനിലെ 63 ഓഫീസുകളെയാണ് മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചത്. മറ്റുള്ള പല സംസ്ഥാനങ്ങളും കേരളത്തിന്റെ ഈ പ്രവർത്തനത്തെ വളരെ സൂക്ഷ്മതയോടുകൂടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന ഒരു സെമിനാറിൽ, കായികവുമായി ബന്ധപ്പെട്ട ഒരു സെമിനാർ ആയിരുന്നെങ്കിലും കൂടി നമ്മുടെ നേട്ടങ്ങളെ കുറിച്ച് പലരും ഇങ്ങനെ സംസാരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനമായി പറഞ്ഞ 2 കാര്യങ്ങൾ, സീറോ പോവർട്ടി, സീറോ വേസ്റ്റ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് അവർ പ്രത്യേകം പറഞ്ഞു. സത്യത്തിൽ എനിക്ക് തന്നെ അഭിമാനം തോന്നി. കാരണം കേരളം പോലെ സംസ്ഥാനം ഇത്തരം കാര്യങ്ങളിൽ കാലത്തിനോടൊപ്പം സഞ്ചരിക്കുമെന്നുള്ള, പലപ്പോഴും നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ പോകുമ്പോൾ വളരെ വൃത്തിയുള്ള തെരുവുകളും അതേപോലെ തന്നെ വെള്ളം ഒഴുകുന്ന തടാകങ്ങളൊക്കെ തന്നെ കാണാറുണ്ട്, പുഴകളൊക്കെ. അപ്പോൾ പലപ്പോഴും നമ്മൾ ആഗ്രഹിച്ചു പോകാറുണ്ട് ഇത്തരം ജലസ്രോതസ്സുകൾ കേരളത്തിന്റെ അനുഗ്രഹമായി തന്നെ നമ്മളൊരു കാലത്ത് കണ്ടിരുന്നു. നമ്മുടെയൊക്കെ തന്നെ ചെറുപ്പകാലത്ത് അത്തരം നദികളിലൊക്കെ നീന്തി തുടിച്ച് കളിച്ചവരാണ്. പക്ഷെ ഇന്ന് പുതിയ തലമുറക്ക് അന്യമായിരിക്കുക. അപ്പൊ എന്തുകൊണ്ടും ഇതിനെല്ലാം തന്നെ വീണ്ടെടുക്കുക എന്നുള്ളതാണ് ഹരിത കേരള മിഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ. അപ്പൊ അതിന് എല്ലാ ഘട്ടങ്ങളിലുള്ള പ്രവർത്തനങ്ങളുണ്ട്. അതിൽ നമ്മുടെ ഓഫീസുകളൊക്കെ തന്നെ ഹരിത കേന്ദ്രങ്ങളാക്കി മാറ്റും. പരിസ്ഥിതി പരിപാലനം കൃത്യമായി ഉറപ്പുവരുത്തിക്കൊണ്ട് ശുചിത്വ സിവിൽ സ്റ്റേഷൻ സർട്ടിഫിക്കറ്റ് മന്ത്രി കളക്ടർക്ക് കൈമാറി. വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർക്ക് കളക്ടർ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. മാലിന്യമുക്ത നവകേരളം ജില്ലാ കോർഡിനേറ്റർ ബീന സണ്ണി, തദ്ദേശഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ VK മുരളി, തദ്ദേശഭരണ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ PB ഷാജു, ഹരിത കേരളം മിഷൻ ജില്ലാ കോർഡിനേറ്റർ CM ഹരിപ്രസാദ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം.